ജയശേട്ടാ, ചക്കരേൻ്റെ ഇതിനെപ്പാ പോണേ? രാവിലെയോ അല്ല ഉച്ചക്ക് സൽക്കാരത്തിനോ അല്ലെങ്കിൽ വൈകുന്നേരം റിസപ്ഷനോ? ഇന്ന് ചക്കരേൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ ഉച്ചക്ക് സൽക്കാരം, വൈകുന്നേരം റിസപ്ഷൻ. അപ്പോൾ എന്തിനും പോണമെന്ന് ടോസ് ഇട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇത് വന്നാൽ സൽക്കാരോ, ഇത് വന്നാൽ റിസപ്ഷൻ. അടച്ചോന്നേ സൽക്കാരം. അങ്ങനെ ചക്കരേൻ്റെ റിസപ്ഷന് പോകാൻ വേണ്ടി ഒരുങ്ങുക കേട്ടോ. 12:30 ആകുമ്പോഴത്തേക്ക് ശശിയേട്ടൻ വീട്ടിലെത്താൻ പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ പോവുകയാണേ. പിന്നെ സനലിൻ്റെ വീടും അധികം ദൂരം അല്ലാത്തതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് പോയി വരാമല്ലോ. അപ്പോൾ നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡായതിനെ കൊണ്ട് നടന്നിട്ടാട്ടോ പോന്നേ. അങ്ങനെ ശശിയേട്ടൻ്റെ വീട്ടിലെത്തി. അവിടെ കുറേ ആൾക്കാരൊക്കെ പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 12:30 ആയാലും എല്ലാവരും കൂടി ഇറങ്ങി. വണ്ടി എടുക്കാത്തതിനെ കൊണ്ട് ഞാനും ജയശേട്ടനും ശശിയേട്ടനെ വണ്ടി എടുത്തിട്ടാട്ടോ അങ്ങോട്ടേക്ക് പോയത്, ചക്കരേൻ്റെ വീട്ടിലേക്ക്. നമ്മൾ നേരത്തെ എത്തി. അപ്പോൾ ഒരു വരുന്നതും കാത്തു നിന്ന് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോന്ന. പിന്നെ നമ്മളെ നാട് ന്യായനെ കൊണ്ടും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട് അടുത്തടുത്തായതിനെ കൊണ്ട് ഏകദേശം എല്ലാ ആൾക്കാരും നമുക്ക് അറിയുന്ന തന്നെയാണ്. ഇതാട്ടോ ചെക്കനും പെണ്ണും, ചക്കരയും സനലും. അങ്ങനെ അവിടെ നിന്ന് ഓരോരുത്തരോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ജയശേട്ടൻ ഇത് ഓരോരുത്തരോട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് നേരത്തെ അറിയുന്നതിനെ കൊണ്ട് അവിടെ വലിയ ബോറടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ സമയം പോയി. പിന്നെ നമ്മൾ ചോറ് തിന്നാൻ പോയി. പിന്നെ അറിയാലോ സൽക്കാരതിനെ കൊണ്ട് ബിരിയാണി തന്നെയായിരിക്കും അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ചില്ലി ഉണ്ടേനെ. അങ്ങനെ ഞങ്ങൾ 5 ആൾ കൂടി അവിടെ ഇരുന്ന് നല്ലോണം ബിരിയാണിയൊക്കെ കഴിച്ച്. സബിയേട്ടനും ഓരോ വൈഫും പിന്നെ അനിയൻ്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബിരിയാണിയും ചിക്കൻ ചില്ലിയും പായസമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെയും വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ റൈസൊക്കെ. പിന്നെ ഇപ്പം ചൂടൊന്നല്ലല്ലോ, മഴ തന്നെയല്ലേ, അതുകൊണ്ട് തിന്നാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേ നമുക്ക് ബിരിയാണി തിന്നുമ്പോഴത്തേക്ക് വേർത്തൊലിക്കൂലേ. കാലാവസ്ഥേനെ കൊണ്ട് അപ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ചോറൊക്കെ തിന്ന് വീണ്ടും മുറ്റത്തേക്ക് വന്ന് ചക്കരേനോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ്, അവളെ ഫ്രണ്ട്സിനോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ്, അവളെ അമ്മേനോടും പെങ്ങളോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാൾ കൂടി വേറൊരു സ്ഥലം വരെ പോകാനുള്ളതിനെ കൊണ്ട് എല്ലാവരും കാത്തു നിൽക്കാണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ.